ദൈവങ്ങളുടെ പേരിൽ സ്ഥാനമേറ്റു തിരുവനന്തപുരത്ത് BJPക്ക് തിരിച്ചടിച്ച് 20 കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ അസാധു. ഇത് ഇതൊക്കെ ഇത് ഇനി ഇവരെല്ലാം വീണ്ടും ആയിട്ട് വീണ്ടും സ്വേറിൻ ചെയ്യണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കോടതി പറഞ്ഞ കാര്യമാണ് എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നിയത്. ഒന്ന്, ദൈവനാമത്തിലോ അല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞയോ ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ദൈവങ്ങളുടെ നാമത്തിലോ അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ നാമത്തിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലോക്കൽ അല്ലെങ്കിൽ അത് പാടില്ല. അതൊരു വലിയ തെറ്റാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. അതുകൊണ്ട് ഇവർ സത്യപ്രതിജ്ഞ ചെയ്തവരെല്ലാം ഒന്നുകൂടെ ചെയ്യണം എന്നാണ് കോടതി പറഞ്ഞത്. എനിക്ക് ഇത് ഭയങ്കര സില്ലിയായിട്ടാണ് തോന്നുന്നത് സത്യത്തിൽ. ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യണം, പക്ഷെ ദൈവങ്ങളുടെ നാമത്തിൽ പാടില്ല, ദേവീദേവന്മാരുടെ നാമത്തിൽ പാടില്ല. പിന്നെ വേറെ ആരണ്ടൊക്കെ ഉണ്ട്, ബലിദാനികളോ അല്ലെങ്കിൽ ശ്രീനാരായണ ഗുരുവോ, എല്ലാവരും ഞാൻ ഓർക്കുന്നില്ല. ഇങ്ങനെ പലരും പലരുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഇത് എന്താണ് ഇതിനകത്ത്? ഒന്നുകിൽ പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഓരോരുത്തർ അമ്മയെ പിടിച്ചാണ് ഇടുമായിരുന്നു, ദൈവത്തെ പിടിച്ചാണ് ഇടുമായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ ഒരു പ്രിസൈസ് ആയിട്ടൊരു വേർഡ്, ഇതൊരു സാങ്കേതികമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിക്കുന്നത് എല്ലാവരും ദൈവനാമത്തിൽ എന്ന് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ളതായിരിക്കാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ സഗൗരവം. ഇപ്പം ബേസിക്കലി അതൊന്ന് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവനാമത്തിൽ എന്ന് പറയാം, പക്ഷേ ദൈവങ്ങളുടെ നാമം പറയാൻ പാടില്ല. അതെന്താണ് എന്ന് മനസ്സിലായില്ല. എന്തായാലും ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ വിധിയിലൊക്കെ നിഴലിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടത്തുന്നതിന് വല്ലാത്ത ഇമ്മ്യൂണിറ്റി ഉണ്ട്.